അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ സെക്കൻഡ് പാർട്ടിലെ 10ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 3 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസുൽ ആഷിർ, 10ാമത്തെ പാഠം, അലാമാത്തുൽ വഖഫ്. വഖഫിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് നാം ഈ പാഠത്തിൽ പഠിക്കുന്നത്. നോക്കൂ, ഖുർആൻ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഓത്ത് തുടങ്ങുന്നതിനും നിർത്തുന്നതിനും പ്രത്യേക നിയമങ്ങളുണ്ട്. എല്ലാ ആയത്തിൻ്റെയും അവസാനം വഖഫ് ചെയ്യാവുന്നതാണ്. ആയത്തുകൾക്കിടയിൽ നിർത്തുന്നത് വഖഫിൻ്റെ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. മുസഫുകളിൽ കണ്ടുവരുന്ന വഖഫിൻ്റെ ചിഹ്നങ്ങൾ നമുക്ക് പരിചയപ്പെടാം. താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നാം കണ്ട വഖഫിൻ്റെ ചിഹ്നങ്ങളും ആ ചിഹ്നങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതും കൊടുത്തിരിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തേത് നോക്കൂ, ഇതെല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ ഉണ്ടാകും. അപ്പോൾ ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയത്ത് അവസാനിച്ചു. അടുത്തത് നോക്കൂ, മീം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർത്തൽ അത്യാവശ്യമാണ്. അടുത്തത് ഖല, നിർത്തൽ ഏറ്റവും നല്ലത്. ജീം, നിർത്താം. സില, ചേർത്തി ഓതലാണ് നല്ലത്. ലാ, നിർത്തരുത്. അടുത്തത് നോക്കൂ, ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2ൽ ഒരിടത്തെ നിർത്താവൂ. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയിൽ 2ാമത്തെ ആയത്ത് നോക്കൂ. അതിൽ ലാ റൈബ എന്നിടത്തും ഫീഹി എന്നിടത്തും ആ ചിഹ്നം കൊടുത്തിരിക്കുന്നു. ഈ 2 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് നിർത്താൻ സാധിക്കുകയുള്ളൂ. ഇനി അവസാനത്തെ വഖഫിൻ്റെ അടയാളം നോക്കൂ, സീൻ. സീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്താണ്, ശ്വാസം വിടാതെ അല്പം അടങ്ങണം. തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാനും പാരായണം വർദ്ധിപ്പിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോൾ ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ സെക്കൻഡ് പാർട്ടിലെ അവസാനത്തെ പാഠമാണിത്. നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖ്റ, അലാമാത്ത്, അടയാളം, വഖഫ്, നിർത്തൽ. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നസ്ൽ, യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ച വഖഫിൻ്റെ അടയാളങ്ങളും ഇവിടെ അതിൻ്റെ വിശദീകരണവും കൊടുത്തിരിക്കുന്നു. ഓരോന്നിനും യോജിച്ചത് അതിന് നേരെ നമ്മൾ ചേർക്കണം. അപ്പോൾ ആദ്യത്തേത് നോക്കൂ, നമ്മളത് എന്താണ് പഠിച്ചത്? അതെ, ആയത്ത് അവസാനിച്ചൊന്നാണ്. ഇത് 1ാമത്തതിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ വരയിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഈ 2ാമത്തത് നോക്കൂ, മീം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെ, നിർത്തൽ അത്യാവശ്യമാണ്. 4ാമത്തതാകെ ജീമിന് നേരെ ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, നിർത്തൽ അത്യാവശ്യമാണ്. മീം എന്നതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 3ാമത്തത് ഖില, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർത്തൽ ഏറ്റവും നല്ലത്. ഇനി 4ാമത്തത് ജീം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിർത്താം. 5ാമത്തത് സില, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേർത്തി ഓതലാണ് നല്ലത്. ഇനി 6ാമത്തത് നോക്കൂ, ലാ, നിർത്തരുത്. 7ാമത്തത് നോക്കൂ, 2ൽ ഒരിടത്തെ നിർത്താവൂ. ഇനി 8ാമത്തത് സീൻ. സീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്ത്, ശ്വാസം വിടാതെ അല്പം അടങ്ങണം. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം നക്തശ്ഫു മിനൽ ആയാത്തിൽ ആത്തിയത്തി അഹ്കാമു നൂനി സാക്കിനത്തി വത്തൻവീനി അഹ്കാമൽ മീമി സാക്കിന. ഇവിടെ കൊടുത്തിരിക്കുന്ന ആയത്തുകൾ പാരായണം ചെയ്ത് ആ ആയത്തുകളിൽ നിന്ന് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളും സാക്കിനായ മീമിൻ്റെയും വിധികളും കണ്ടെത്തണം. നമുക്ക് കണ്ടെത്താം. അപ്പോൾ നമുക്കറിയാമല്ലോ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ മൊത്തം 5 എണ്ണമുണ്ട്. 1 ഇൽഹാർ, 2 ഇദ്ഗാമു ബിഗുന്ന, ഇദ്ഗാമു ബിലാഗുന്ന, 4 ഇഖ്ലാബ്, 5 ഇഖ്ഫാ. ഇനി സാക്കിനായ മീമിൻ്റെ വിധികൾ ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ഫാ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളിൽപ്പെട്ട
ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ കൂട്ടുകാർക്കറിയാമല്ലോ. ഏതൊക്കെയാണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ? മൊത്തം 6 ഹംസ, ഹ, റൈന്, ഹ, റൈന്, ഹ. ഇനി ഇദ്ഗാമു ബി ഗുന്നയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നൂന്, വാവ്, മീമ്, യാ. ഇനി ഇദ്ഗാമു ബിലാ ഗുന്നയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ലാമ്, റാ. ഇനി ഇഖ്ലാബിൻ്റെ അക്ഷരം ബാ. ഈ 4 വിധികളിൽ പറഞ്ഞ അക്ഷരങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്. ഇനി സാക്കിനായ മീമിൻ്റെ വിധികളിൽപ്പെട്ട ഇദ്ഗാമിൻ്റെ അക്ഷരം ആകെ ഒരു അക്ഷരമാണുള്ളത്, അത് മീമാണ്. ഇനി ഇഖ്ഫാന്റെ അക്ഷരം ബാ. ഇതൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും ഇൽഹാറിൻ്റെ അക്ഷരങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. 4ാമത്തെ ആയത്ത് നോക്കൂ. ഇലാഹക്കും ലവാഹിദ്. അവിടെ സാക്കിനായ മീമിനു ശേഷം ലാം വന്നിരിക്കുന്നു, വിധി ഇൽഹാറാണ്. ഇനി 7ാമത്തെ ആയത്തിൽ മിൻ കുല്ലി. അവിടെ സാക്കിനായ നൂനിനു ശേഷം കാഫ് വന്നിരിക്കുന്നു, വിധി ഇഖ്ഫാ ആണ്. ഇനി ആയത്തിൽ തന്നെ നോക്കൂ. ശൈത്വാനിം മാരിദ്. അവിടെ തൻവീനിനു ശേഷം മീം വന്നിരിക്കുന്നു, വിധി ഇദ്ഗാമു ബി ഗുന്ന. ഇനി 9ാമത്തെ ആയത്തിൽ ദുഹൂറം വലഹും. അവിടെ തൻവീനിനു ശേഷം വാവ് വന്നിരിക്കുന്നു, വിധി ഇദ്ഗാമു ബി ഗുന്ന. തൊട്ടടുത്ത കലിമത്തിൽ തന്നെ നോക്കൂ. അസാബും വാസിബ്. ഇവിടെയും തൻവീനിനു ശേഷം വാവ് വന്നിരിക്കുന്നു, വിധി അത്തനെയാണ്, ഇദ്ഗാമു ബി ഗുന്ന. 10ാമത്തെ ആയത്തിൽ ആദ്യം മൻ ഖത്തിഫ. അവിടെ സാക്കിനായ നൂനിനു ശേഷം ഖ വന്നിരിക്കുന്നു, വിധി ഇൽഹാറാണ്. ഇനി ആ 10ാമത്തെ ആയത്തിൽ തന്നെ അവസാനം നോക്കൂ. ഷിഹാബുൻ സാഖിബ്. ഇവിടെ തൻവീനിനു ശേഷം സ വന്നിരിക്കുന്നു, വിധി ഇഖ്ഫാ ആണ്. 11ാമത്തെ ആയത്തിൽ ഫസ്തഫ്തിഹിം അഹും. അവിടെ സാക്കിനായ മീമിനു ശേഷം ഹംസ വന്നിരിക്കുന്നു, വിധി ഇൽഹാറാണ്. അടുത്തത് അഹും അഷദ്ദു. അവിടെയും സാക്കിനായ മീമിനു ശേഷം ഹംസ വന്നിരിക്കുന്നു, വിധി ഇൽഹാറാണ്. ഇനി നോക്കൂ. ഖൽക്കൻ അം. അവിടെ തൻവീനിനു ശേഷം ഹംസ വന്നിരിക്കുന്നു, വിധി ഇൽഹാറാണ്. ഇനി അടുത്തത് അമ്മൻ. അവിടെ സാക്കിനായ മീമിനു ശേഷം മീം വന്നിരിക്കുന്നു, വിധി ഇദ്ഗാമാണ്. മൻ ഖലഖന. ഇവിടെ സാക്കിനായ നൂനിനു ശേഷം ഖ വന്നിരിക്കുന്നു, വിധി ഇൽഹാറാണ്. അതിൽ തന്നെ നോക്കൂ. മിൻ തീനിൻ. ഇവിടെ സാക്കിനായ നൂനിനു ശേഷം ത്വ വന്നിരിക്കുന്നു, വിധി ഇഖ്ഫാ ആണ്. തീനിൽ ലാസിബ്. ഇവിടെ തൻവീനിനു ശേഷം ലാം വന്നിരിക്കുന്നു, വിധി ഇദ്ഗാമും ബിലാ ഗുന്ന. 14ാമത്തെ ആയത്തിൽ ആയത്തസ്ഖിറൂൻ. ഇവിടെ തൻവീനിനു ശേഷം യാ വന്നിരിക്കുന്നു, വിധി ഇദ്ഗാമും ബി ഗുന്ന. ഇനി 15ാമത്തെ ആയത്തിൽ നോക്കൂ. ഇൻഹാസ. ഇവിടെ സാക്കിനായ നൂനിനു ശേഷം ഹ വന്നിരിക്കുന്നു, വിധി ഇൽഹാറാണ്. ഇനി ആയത്തിൽ തന്നെ അവസാനം നോക്കൂ. സിഹ്റും മുബീൻ. ഇവിടെ തൻവീനിനു ശേഷം മീം വന്നിരിക്കുന്നു, വിധി ഇദ്ഗാമും ബി ഗുന്ന. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ 1ാമത്തത് നഖ്റു സൂറത്തുൽ മുർസലാത്ത്. സൂറത്തുൽ മുർസലാത്ത് പാരായണം ചെയ്യണം. നക്തഷ്ഫു അലാമാത്തിൽ വഖഫ്. പാരായണം ചെയ്ത് അതിൽ നിന്ന് ഈ പാഠത്തിൽ പഠിച്ച വഖഫിൻ്റെ അടയാളങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കണം. കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ മുർസലാത്ത് എടുത്തില്ലേ? ഖുർആനിൽ 77ാമത്തെ സൂറത്താണിത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ ഈ ചിഹ്നം കൊടുത്തിട്ടുണ്ടാകും. അതും അലാമാത്തുൽ വഖഫിൽപ്പെട്ട ഒന്നാണ്. ഈ സൂറത്ത് പാരായണം ചെയ്ത് നോക്കിയതിൽ 38ാമത്തെ ആയത്തിൽ സില എന്ന അടയാളം ഞാൻ കണ്ടു. അതൊഴികെ ബാക്കിയൊന്നും പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടില്ല. സില എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെ, ചേർത്തി ഓതലാണ് നല്ലത്. ഹാദാ യൗമുൽ ഫസ്ലി ജമഅനാകും വൽ അവ്വലീൻ. തഖ്സീസിൽ 2ാമത്തത് നഹ്ഫളു അവൈല സൂറത്തിൽ അലഖ് വനുകർറിറുൽ മഹ്ഫൂളാത്ത്. നഹ്ഫള് എന്ന് പറഞ്ഞാൽ ഹിഫ്ലാക്കാനുള്ളതാണ്. സൂറത്തുൽ അലഖ് ആദ്യ ആയത്തുകൾ
കാണാതെ പഠിക്കണം. പിന്നെ ഇതുവരെ കാണാതെ പഠിച്ചവ ആവർത്തിച്ച് പഠിക്കുകയും ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.